Hello everyone. Today we have to discuss evaluation of transition rate. നമ്മളിന്ന് ട്രാൻസിഷൻ റേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നിങ്ങളെല്ലാവരും പഠിച്ച കാര്യമാണ്. ഇവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് എടുത്തിട്ടുള്ളത്. ഈ ആറ്റം എന്ത് ചെയ്തിട്ടില്ല, ഒരു എക്സ്റ്റേണൽ ഫീൽഡിലൊന്നും സബ്ജക്റ്റ് ചെയ്യാത്ത ഒരു ആറ്റമാണ് നമ്മളിവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായിരിക്കും? IH cut dou psi by dou t is equal to H0 psi ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. ഇതിൽ H എന്നുള്ളത് അല്ലെങ്കിൽ H0 എന്നുള്ളത് എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം ആയിരിക്കും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? psi of RT is equal to psi n of R e raised to minus I omega n t എന്ന് എഴുതാം. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇതിൽ ഈ psi n of R എന്നുള്ളത് എന്താണ്? ഇറ്റ്സ് എൻ ഐഗൺ ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഐഗൺ വാല്യൂ എന്തായിരിക്കും? En ആയിരിക്കും. സോ H0 ഹാമിൽട്ടോണിയൻ ആണെന്ന് നമുക്കറിയാം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഗൺ ഇക്വേഷൻ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? H0 psi n of R is equal to En psi n of R എന്ന് എഴുതാം. പിന്നെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. ഇതിൽ psi n of R എന്നുള്ളത് എന്താണ്? അറ്റോമിക് വേവ് ഫംഗ്ഷനാണ്. ഈ അറ്റോമിക് വേവ് ഫംഗ്ഷന് ഓർത്തഗണാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഓർത്തഗണാലിറ്റി കണ്ടീഷനായിട്ട് നമുക്ക് എന്തെഴുതാം? ഇൻ്റഗ്രൽ psi n of R psi m star of R d tau is equal to delta mn. നമ്മളിനി എന്ത് ചെയ്യുകയാണ്? ഈ സിസ്റ്റം ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ സബ്ജക്റ്റ് ചെയ്യുകയാണ്. അതായത് ഒരു എക്സ്റ്റേണൽ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിലാണ് സബ്ജക്റ്റ് ചെയ്യുന്നത്. അതിനുള്ള ഇക്വേഷൻ എന്താണ്? E of t is equal to E cap E0 cos omega t. ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ സബ്ജക്റ്റ് ചെയ്യുകയാണ്. ഇതിൽ E cap എന്നുള്ളത് എന്താണ്? യൂണിറ്റ് വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് E cap. അങ്ങനെയാണെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? IH cut dou psi by dou t is equal to H0 plus H1 psi of RT. ഇവിടെ ഇങ്ങനെ H1 എന്നുള്ളത് എന്താണ്? ഇൻട്രാക്റ്റിംഗ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ഹാമിൽട്ടോണിയനാണ് H1. H0 എന്താണ്? ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റമാണ്. അപ്പോൾ H1 എന്തെന്ന് നമുക്ക് എഴുതാൻ ഇവിടുന്ന് -EE ഡോട്ട് R ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രിക് ഫീൽഡിൽ ആയിട്ട് ഇലക്ട്രോണിൻ്റെ ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു എനർജിയാണ് H1. സോ എനർജിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വരിക എന്നറിയാം. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? H1 is equal to -EE ഡോട്ട് R എന്ന് എഴുതാം. അതിൽ E സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? E cap E0 cos omega t ഡോട്ട് R. അതായത് -EE0 cos omega t E cap ഡോട്ട് R എന്ന് വരും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കൊടുക്കാം. ഇനി നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 4ൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ നമ്മൾ ആദ്യം അറ്റോമിക് വേവ് ഫംഗ്ഷൻ എഴുതി. ഈ അറ്റോമിക് വേവ് ഫംഗ്ഷൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ഈ ഇക്വേഷൻ നമ്പർ 4ൻ്റെ സൊല്യൂഷന്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സൊല്യൂഷൻ? psi of RT is equal to summation n Cn of t psi n of R e raised to minus omega n t എന്ന് എഴുതാം. നേരത്തെ എന്തായിരുന്നു സൊല്യൂഷന്? psi n of R e raised to minus omega n t ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഇക്വേഷൻ നമ്പർ 4ൻ്റെ സൊല്യൂഷനായിട്ട് വരുമ്പോൾ അതൊരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും വരിക. സോ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 കൊടുത്തു. Where Cn of t is the probability amplitude of a particular level. ഒരു പെർട്ടിക്കുലർ ലെവലിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ആണ് Cn of t. നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 6 ഇക്വേഷൻ നമ്പർ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? IH cut dou by dou t of sigma n Cn of t psi n of R e raised to minus I omega n t is equal to H0 plus H1 summation n Cn of t psi n of R e raised to minus I omega n t എന്ന് വരും. ഇനി ഇവിടെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതും ചെയ്യാം. അതേപോലെ തന്നെ H1 എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ചെയ്യാം. അപ്പോൾ LHSൽ എന്ത് വരും? നമ്മൾ ഡോ ബൈ ഡോട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം Cn of t ടിയുടെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ e raised to minus I omega n tയും എന്താണ്? ടിയുടെ ഫംഗ്ഷനാണ്. സോ അവിടെ അങ്ങനെ 2 ടേം വരും. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പിന്നെ RHSൽ എന്ത് വരും? H1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H1 എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ 2 ടേം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? IH cut summation n
d by dt Cn of t minus I omega n Cn of t into psi n of r e raised to minus I omega n t is equal to summation n en Cn of t psi n of r e raised to minus I omega n t minus e0 cos omega t e cap dot r summation n Cn of t psi n of r e raised to minus I omega n t എന്ന് വരും. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 8 കൊടുക്കുക. ഇനി നമുക്കറിയാം ഇ എൻ ഇസ് ഈക്വൽ ടു എന്താണ്, എച്ച് കട്ട് ഒമേഗ എൻ ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ ഇ എൻ ഉള്ളിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എച്ച് കട്ട് ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ എൽ എച്ച് എസിൽ സെക്കൻഡ് ടേമും ആർ എച്ച് എസിലത്തെ ഫസ്റ്റ് ടേമും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്താ നമ്മുടെ ഇക്വേഷനിൽ ഉണ്ടാവുക, ഐ എച്ച് കട്ട് സമ്മേഷൻ എൻ ഡി ബൈ ഡി ടി സി എൻ ഓഫ് ടി സൈ എൻ ഓഫ് ആർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എൻ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇ സീറോ കോസ് ഒമേഗ ടി ഇ ക്യാപ് ഡോട്ട് ആർ സമ്മേഷൻ എൻ സി എൻ ഓഫ് ടി സൈ എൻ ഓഫ് ആർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എൻ ടി എന്ന് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 9 കൊടുത്തു. ഇനി ഈ ഇക്വേഷൻ നമ്പർ 9നെ സൈ എം സ്റ്റാർ ഓഫ് ആർ ടി എച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡീറ്റോയിൽ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സൈ എം സ്റ്റാർ ഓഫ് ആർ ടി എന്താണ് വരിക, സൈ എം സ്റ്റാർ ഓഫ് ആർ ഇ റേസ് ടു ഐ ഒമേഗ എം ടി. നമ്മൾ സൈ എൻ ഓഫ് ആർ ടിയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അവിടെ തന്നെ എൻ വരുന്നൊത്ത് എന്ത് ചെയ്യുക, എം ആക്കുക. പിന്നെ സ്റ്റാർ ഉള്ളതുകൊണ്ട് തന്നെ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എൻ ടി എന്നുള്ളത് ഇ റേസ് ടു ഐ ഒമേഗ എം ടി എന്നാണ് വരിക. സോ എന്ത് ചെയ്യുക, ഈ സൈ എം സ്റ്റാർ ഓഫ് ആർ ടി ഇക്വേഷൻ നമ്പർ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഓവർ ടീറ്റോ. ഇക്വേഷൻ എന്തായിട്ട് മാറും, ഇൻ്റഗ്രൽ ഐ എച്ച് കട്ട് സമ്മേഷൻ എൻ ഡി ബൈ ഡി ടി സി എൻ ഓഫ് ടി സൈ എൻ ഓഫ് ആർ സൈ എം സ്റ്റാർ ഓഫ് ആർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എൻ ടി ഇ റേസ് ടു ഐ ഒമേഗ എം ടി ഡീറ്റോ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ സീറോ കോസ് ഒമേഗ ടി ഇ ക്യാപ് ഡോട്ട് ആർ സൈ എൻ സമ്മേഷൻ എൻ സി എൻ ഓഫ് ടി സൈ എൻ ഓഫ് ആർ സൈ എം സ്റ്റാർ ഓഫ് ആർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എൻ ടി ഇ റേസ് ടു ഐ ഒമേഗ എം ടി ഡീറ്റോ എന്ന് വരും. ഇതിൽ നമ്മൾ ടി അതായത് ടി ഡിപ്പെൻഡൻസ് ഉള്ളതൊക്കെ ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എടുക്കുക. അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റും ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എടുത്ത് എഴുതുക. ഇക്വേഷൻ എന്തായിട്ട് മാറും, ഐ എച്ച് കട്ട് സമ്മേഷൻ എൻ ടി ബൈ ഡി ടി സി എൻ ഓഫ് ടി ഇ റേസ് ടു ഐ ഒമേഗ എം മൈനസ് ഒമേഗ എൻ ടി ഇൻ്റഗ്രൽ സൈ എൻ ഓഫ് ആർ സൈ എം സ്റ്റാർ ഓഫ് ആർ ഡീറ്റോ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇ ക്യാപ് ഇ സീറോ മൈനസ് ഇ ഇൻ്റഗ്രൽ സൈ എം സ്റ്റാർ ഓഫ് ആർ സൈ എൻ ഓഫ് ആർ ഡോട്ട് ആർ ഡീറ്റോ സി എൻ ഓഫ് ടി ഇ റേസ് ടു ഐ ഒമേഗ എം മൈനസ് ഒമേഗ എൻ ടി ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ ടു. ഈ ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ ടു എന്താണ്, കോസ് ഒമേഗ ടിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ടേമിൽ എഴുതിയതാണ്. ഇനി ഇതിൽ നമുക്കറിയാം ഇൻ്റഗ്രൽ സൈ എൻ ഓഫ് ആർ സൈ എൻ സ്റ്റാർ ഓഫ് ആർ ഡീറ്റോ എന്നുള്ളത് ഡെൽറ്റ എം എൻ ആണ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. അതേപോലെ തന്നെ ആർ എച്ച് എസിലുള്ള മൈനസ് ഇ ഇൻ്റഗ്രൽ സൈ എം സ്റ്റാർ ഓഫ് ആർ സൈ എൻ ഓഫ് ആർ ഡോട്ട് ആർ ഡീറ്റോ എന്നുള്ളത് ഡൈപോൾ മൊമെൻറ്റിനുള്ള ഇക്വേഷനാണ്. അതിനെ നമ്മൾ ഡി എം എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എന്താക്കി എഴുതാം, ഐ എച്ച് കട്ട് സമ്മേഷൻ എൻ ഡി ബൈ ഡി ടി സി എൻ ഓഫ് ടി ഇ റേസ് ടു ഐ ഒമേഗ എം മൈനസ് ഒമേഗ എൻ ടി ഡെൽറ്റ എം എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇ ക്യാപ് ഇ സീറോ ബൈ ടു ഡി എം എൻ സി എൻ ഓഫ് ടി ഇ റേസ് ടു ഐ ഒമേഗ എം മൈനസ് ഒമേഗ എൻ ടി ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് വരും. ഇപ്പോൾ ഇക്വേഷനിൽ എൽ എച്ച് എസിൽ എന്തുണ്ട്, ഡെൽറ്റ എം എൻ ഉണ്ട്. ഈ ഡെൽറ്റ എം എന്നിന് എപ്പോഴാണ് വാല്യൂ ഉണ്ടാവുക, എം ഈക്വൽ ടു എൻ ആകുമ്പോൾ വാല്യൂ 1 ആയിരിക്കും. അല്ലാത്ത പക്ഷമൊക്കെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമ്മൾ എൽ എച്ച് എസ് ഒരു സമ്മേഷൻ ആയതുകൊണ്ട് തന്നെ എം നോട്ട് ഈക്വൽ ടു എൻ ആയിട്ടുള്ള കേസൊക്കെ 0 ആയിട്ട് പോകും. പിന്നെ എം ഈക്വൽ ടു എൻ അവിടെ ഇങ്ങനെ റിമൈൻ ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ ഇക്വേഷൻ്റെ എൽ എച്ച് എസ് എന്തായിട്ട് മാറും, ഐ എച്ച് കട്ട് ടി ബൈ ഡി ടി സി എം ഓഫ് ടി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഡെൽറ്റ എം എൻ ആണ്, അത് ഈക്വൽ ടു 1 ആണ്. പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്, അവിടെ ഇങ്ങനെ ഒമേഗ എം മൈനസ് ഒമേഗ എൻ വരുന്നതുകൊണ്ട് തന്നെ അത് 0 ആവും. സോ ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആയിട്ട് അത് പോകും. പിന്നെ ആർ എച്ച് എസ് അത് തന്നെ ആയിട്ട് റിമൈൻ ചെയ്യും.
ഇനി ആർ എച്ച് എസിൽ എന്തുണ്ട്, ഒമേഗ എം മൈനസ് ഒമേഗ എൻ ഇല്ലേ എക്സ്പോണൻഷ്യലിൻ്റെ ടേം, അതിനെ നമ്മൾ ഒമേഗ എം എൻ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ആർ എച്ച് എസ് എന്തായിട്ട് എഴുതാം നമുക്ക്, E0/2 സമ്മേഷൻ എൻ ഡി എം എൻ സി എൻ ഓഫ് ടി ഇ റേസ് ടു ഐ ഒമേഗ എം എൻ ടി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് വരും. ഇനി നമ്മൾ ഈ എക്സ്പോണൻഷ്യലും കൂടി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് എഴുതുകയാണ്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, E0/2 സമ്മേഷൻ എൻ ഡി എം എൻ സി എൻ ഓഫ് ടി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് വരും, ഇ റേസ് ടു ഐ ഒമേഗ എം എൻ പ്ലസ് ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ എം എൻ മൈനസ് ഒമേഗ ടി എന്ന് വരും. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 10 കൊടുത്തു. ഇനി നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ളത് കെ ആയിട്ട് എടുക്കുകയാണ്. കെ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു 0 പറഞ്ഞിട്ടുള്ള ടൈമിൽ എല്ലാ എലമെൻസും എവിടെ ആയിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പ്രോബബിലിറ്റി എന്നുള്ളത് എന്തായിരിക്കും, 100% ആയിരിക്കും. അതായത് സി കെ ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ആർ എച്ച് എസിലുള്ള സി എൻ ഓഫ് ടിക്ക് പകരം എന്തായിട്ട് റീപ്ലേസ് ചെയ്യാണ്, സി കെ ഓഫ് 0 എന്ന് റീപ്ലേസ് ചെയ്യാണ്. സോ എന്നുള്ളിടത്തൊക്കെ എന്താക്കണം, കെ ആക്കും വേണം. ഇക്വേഷൻ എന്തായിട്ട് മാറും, ഐ എച്ച് കട്ട് ഡി ബൈ ഡി ടി സി എം ഓഫ് ടി ഈസ് ഈക്വൽ ടു E0/2 ഡി എം കെ, ഡി എം എൻ എന്നുള്ളത് എന്തായി, ഡി എം കെ സി കെ ഓഫ് 0 ഇ റേസ് ടു ഐ ഒമേഗ എം കെ പ്ലസ് ഒമേഗ ഇൻറ്റു ടി പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ എം കെ മൈനസ് ഒമേഗ ഇൻറ്റു ടി എന്ന് വരും ഇക്വേഷൻ. ഇനി എൽ എച്ച് എസിലുള്ള ഐ എച്ച് കട്ട് എന്ത് ചെയ്യുക, ആർ എച്ച് എസ്ക്ക് കൊടുന്ന് എഴുതാം. ഇക്വേഷൻ എന്തായിട്ട് മാറും, ഡി ബൈ ഡി ടി സി എം ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/IH കട്ട് E0/2 ഡി എം കെ സി കെ ഓഫ് 0 1 ആണ്, അത് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. പിന്നെ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എം കെ പ്ലസ് ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ എം കെ മൈനസ് ഒമേഗ ടി എന്ന് വരും. ഇനി നമ്മളിതിനെ 0 to t ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. സോ എൽ എച്ച് എസ് 0 to t ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, സി എം ഓഫ് ടി മൈനസ് സി എം ഓഫ് 0 എന്ന് വരും ഇസ് ഈക്വൽ ടു 1/IH കട്ട് E0/2 ഡി എം കെ ഇ റേസ് ടു ഐ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി വരുന്നത് ആ എക്സ്പോണൻഷ്യൽ ടേം മാത്രമേ ഉള്ളൂ. സോ അവിടെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു. എന്താ വരും, ഇ റേസ് ടു ഐ ഒമേഗ എം കെ പ്ലസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഐ ഒമേഗ എം കെ പ്ലസ് ഒമേഗ പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ എം കെ മൈനസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഐ ഒമേഗ എം കെ മൈനസ് ഒമേഗ. 0 ലിമിറ്റും കൊടുക്കുക, 0 to t ലിമിറ്റും കൊടുത്തു നമ്മൾ. ഇനി ലിമിറ്റ് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആർ എച്ച് എസ് എന്തായിട്ട് മാറും, 1/IH കട്ട് E0/2 ഡി എം കെ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എം കെ പ്ലസ് ഒമേഗ ഇൻറ്റു ടി മൈനസ് 1 എന്ന് വരും. കാരണം 0 to t ആണ്, ടി അപ്ലൈ ചെയ്തപ്പോൾ അവിടെ അങ്ങനെ വന്നു. പിന്നെ 0 അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യലിൻ്റെ 0 എന്താണ്, 1 ആണ്. സോ അതങ്ങനെ വന്നു. ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഒമേഗ എം കെ പ്ലസ് ഒമേഗ പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ എം കെ മൈനസ് ഒമേഗ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ ഒമേഗ എം കെ മൈനസ് ഒമേഗ. എന്താണ് 1 വരാൻ കാരണം എന്താണ്, ഇ റേസ് ടു 0 വരും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇ റേസ് ടു 0. ഇ റേസ് ടു 0 എന്താണ്, 1 ആണ്. സോ അതാണ് അവിടെ അങ്ങനെ കാണിച്ചത്. നമ്മൾ എൽ എച്ച് എസിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സി എം ഓഫ് 0 വന്നിട്ടുണ്ട്. സി എം ഓഫ് 0 എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു അറ്റ് ടി ഈക്വൽ ടു 0 എല്ലാ എലമെൻസും എവിടെ ആയിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ടുള്ള കെയിലായിരിക്കും. സോ mth സ്റ്റേറ്റിൽ എന്തായിരിക്കും, 0 ആയിരിക്കും പ്രോബബിലിറ്റി എന്നുള്ളത്. സോ ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടി, സി എം ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് E0/2 കെ ഡി എം കെ. ഇവിടെ E0/2H കട്ട് ഡി എം കെ. അതെന്തുകൊണ്ടാണ് മൈനസ് വന്നത്, നമ്മൾ 1/IH കട്ടിട്ട് ഒരു ഐ ഉണ്ടായിരുന്നു, പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോമൺ ആയിട്ടൊരു ഐ ഉണ്ട്. രണ്ടും കൂടി എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ഒരു മൈനസ് വന്നു. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി, സി എം ഓഫ് ടി ഈക്വൽ ടു മൈനസ് E0/2H കട്ട് ഡി എം കെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇ റേസ് ടു ഐ ഒമേഗ എം കെ പ്ലസ് ഒമേഗ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ എം കെ പ്ലസ് ഒമേഗ പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ എം കെ മൈനസ് ഒമേഗ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒമേഗ എം കെ മൈനസ് ഒമേഗ എന്ന് വരും.
ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ RHSലുള്ള ആ എക്സ്പോണൻഷ്യലിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാണ്. അതായത് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എക്സ്പോണൻഷ്യലിലെ ഫസ്റ്റ് ടേം ഏതാണ്? e⁻⁻mk പ്ലസ് ഒമേഗ ഇൻറ്റു ടി ആണ്. അപ്പോൾ അതിനെ നമ്മൾ 2 ഹാഫാക്കി എഴുതുക. അതായത് e⁻⁻mk പ്ലസ് ഒമേഗ ഇൻറ്റു t/2 ഇൻറ്റു e⁻⁻mk പ്ലസ് ഒമേഗ ഇൻറ്റു t/2. അത് ആദ്യം തന്നെ ഒരു കുഴപ്പമില്ല, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഇൻറ്റു ടി തന്നെ കിട്ടാം. പിന്നെ -1 എന്നുള്ളതിന് നമ്മൾ എന്തെഴുതുക? എക്സ്പോണൻഷ്യൽ പോസിറ്റീവ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ നെഗറ്റീവ് രണ്ടും കൂടി ആയതാൽ e⁻0 വരും, = 1 തന്നെ വരും. അപ്പോൾ അതിനെ അങ്ങനെ എഴുതാം. അതായത് 1ന് പകരം എന്തെന്ന് എഴുതാം? e⁻i ഇൻറ്റു ωmk പ്ലസ് ഒമേഗ t/2 ഇൻറ്റു e⁻i ωmk പ്ലസ് ഒമേഗ ഇൻറ്റു t/2 ഡിവൈഡഡ് ബൈ എന്ത് വരും? ωmk പ്ലസ് ഒമേഗ എന്ന് വരും. ഇതേപോലെ തന്നെ മറ്റേ ടേമിനും ഇതേപോലെ തന്നെ എഴുതാം. അപ്പോൾ നമ്മളെ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറും. ഇനി ഇതിൽ എന്ത് വരുന്നുണ്ട്? e⁻iωmk. ഇപ്പോൾ ഫസ്റ്റ് ടേം ആണെങ്കിൽ e⁻iωmk പ്ലസ് ഒമേഗ ഇൻറ്റു t/2 ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ അത് എന്തിൻ്റെ ഫോമാണ്? 2sin ωmk പ്ലസ് ഒമേഗ t/2യുടെ ഫോമാണ്. അതേപോലെ തന്നെയാണ് മറ്റേ ടേമിനും വരിക. ഇതിൽ നമ്മൾ ആ 2 ഔട്ട്സൈഡ് എടുത്തിട്ട് 2 ക്യാൻസലായി പോകും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫൈനൽ ഇക്വേഷന് Cm of t is equal to -i e0 divided by h cut dmk into e⁻iωmk plus omega t/2 divided by omega mk plus omega sin omega mk plus omega t/2 plus e⁻iωmk minus omega t/2 divided by omega mk minus omega into sin omega mk minus omega t/2 എന്ന് വരും. ഔട്ട്സൈഡിലുള്ള ഐ എന്തുകൊണ്ടാണ്? ആ സൈന് വരുമ്പോൾ 2i എന്നല്ലേ, സൈൻ ആയതുകൊണ്ട് തന്നെ 2i ആണ് വരിക. ആ ഒരു ഐ ആണ് അവിടെ പുറത്ത് കാണുന്നത്. ഈ ഇക്വേഷനിൽ ωmk ടെൻസ് ടു ഒമേഗ ആകുമ്പോൾ സെക്കൻഡ് ടേം ഇൻക്രീസ് ചെയ്യും ഫസ്റ്റ് ടേമിനേക്കാളും. കാരണം ഡിനോമിനേറ്റർ എന്തായിരിക്കും? കുറവായിരിക്കും. സോ സെക്കൻഡ് ടേം ആണ് എന്ത് ചെയ്യുക? ഡോമിനേറ്റ് ചെയ്യാം. ഇനി ലാർജ് ടി ആണെങ്കിലും sin ωmk മൈനസ് ഒമേഗ t/2 ഡിവൈഡഡ് ബൈ ഒമേഗ mk മൈനസ് ഒമേഗ ആയിരിക്കും എന്ത്? വെരി ലാർജ് ആയിട്ട് വരിക. നമുക്ക് എന്ത് പറയാം? ωmk is greater than omega and t is small. The curve will not be sharp. കവ് എന്താവില്ല? ഷാർപ്പാവില്ല. ഇനി ωmkയും ഒമേഗയും തമ്മിലൊരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ Cm of t എന്ന്, കാരണം ഡിനോമിനേറ്റർ എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. സോ Cm of t എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. സോ നമുക്ക് ട്രാൻസിഷൻ എന്താണെന്ന് പറയാം? ഒരു ഇൻസ്റ്റൻറ്റ് ഫീൽഡ് കൊടുത്താൽ തന്നെ ട്രാൻസിഷൻ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി നമുക്കറിയാം 2 കേസാണുള്ളത്. ഒന്ന് അബ്സോർപ്ഷനും ഒന്ന് സ്റ്റിമുലേറ്റഡ് കേസും. അപ്പോൾ എമിഷൻ ആണെങ്കിൽ, സ്റ്റിമുലേറ്റഡ് മീൻസ് എമിഷൻ ആണെങ്കിൽ, എമിഷൻ പ്രോസസ്സും ആണുള്ളത്. എമിഷൻ ആണെങ്കിൽ എന്ത് വരും? ωm ലെസ് ദാൻ ωk ആയിട്ട് എടുത്തു. അതായത് EM ഇസ് ലെസ് ദാൻ EK. സോ ഈ കേസിൽ എന്തായിരിക്കും? M ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, K ആണ് എന്ത്? എക്സൈറ്റഡ് സ്റ്റേറ്റ്. നമ്മുടെ ഇക്വേഷനിലുള്ളത് എന്താണ്? ωmk ഈസ് ഈക്വൽ ടു ωm മൈനസ് ωk ആണ്. സോ ωmk എന്താ വരിക? നെഗറ്റീവാണ് വരിക. കാരണം ωm സ്മോൾ അല്ലേ, ωk ആണ് ലാർജായിട്ട് വരുന്നത്. സോ ഇവിടെ അങ്ങനെ CMTയിലെ ഫസ്റ്റ് ടേമാണ് ഡോമിനേറ്റ് ചെയ്ത് എടുക്കുക. അതായത് എമിഷൻ കേസിൽ ഫസ്റ്റ് ടേം ഡോമിനേറ്റ് ചെയ്യും. ഇനി അബ്സോർപ്ഷൻ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ വരിക? ωm ഈസ് ഗ്രേറ്റർ ദാൻ ωk. അതായത് K ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, M ആണ് എന്ത്? എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ ωm ഇസ് ഗ്രേറ്റർ ദാൻ ωk ആണ് വരിക. അവിടെ ωmk എടുക്കുകയാണെങ്കിൽ ωmk പോസിറ്റീവ് ആയിട്ടാണ് വരിക. സോ എന്ത് ചെയ്യും? CMTയിലെ സെക്കൻഡ് ടേം ഡോമിനേറ്റ് ചെയ്യും. നമ്മളെന്താണ് എമിഷൻ പ്രോസസ്സ് ആണെങ്കിൽ അതിൽ CMTയിലെ ഫസ്റ്റ് ടേം ഡോമിനേറ്റ് ചെയ്യും. അബ്സോർപ്ഷൻ പ്രോസസ്സ് ആണെങ്കിൽ CMTയിലെ സെക്കൻഡ് ടേമാണ് ഡോമിനേറ്റ് ചെയ്യുക. നമ്മളിവിടെ അങ്ങനെ എന്താണ്? ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തമ്മിലുള്ള ട്രാൻസിഷൻ. അപ്പോൾ ഫസ്റ്റ് ലെവലിന് K is equal to 1 എന്നെടുത്തു. സെക്കൻഡ് ലെവലിൽ M is equal to 2. അതായത് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സോ അവിടെ അങ്ങനെ എന്താ നടക്കുക? അബ്സോർപ്ഷനാണ് നടക്കുക. അപ്പോൾ എന്താണ്? സെക്കൻഡ് ടേമാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. ഇക്വേഷൻ എന്തായിട്ട് വരും? C2 of t is equal to -i e0 by h cut d21 into e⁻iωm21 minus omega t/2 divided by ωm21 minus omega sin ωm21 minus omega t/2 എന്ന് വരും. നമ്മളിതിൻ്റെ പ്രൊബബിലിറ്റി ഡെൻസിറ്റി കാണുകയാണ്. പ്രൊബബിലിറ്റി ഡെൻസിറ്റി കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെ എഴുതുക? C2 of t ഇൻറ്റു C2 സ്റ്റാർ ഓഫ് t. അതായത് മോഡ് C2 of t സ്ക്വയർ എന്ന് വരും.
C2 ഓഫ് ടി ആകുമ്പോൾ അതന്നെ എഴുതുക. C2 സ്റ്റാർ ഓഫ് ടിക്ക് എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഐ ഉള്ളിടത്തൊക്കെ -i ആക്കി എഴുതുക, -i ഉള്ളിടത്തൊക്കെ i ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ത് വരും? E0/h/d21 ഹോൾ സ്ക്വയർ sin ω21 - ω/t/2 ω21 - ω ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തിനുള്ള ഇക്വേഷൻ കിട്ടി? പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോളിയം ഫോർ എ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ റേഡിയേഷനാണ് നമുക്ക് കിട്ടിയത്. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് C2 ഓഫ് ടി ഹോൾ സ്ക്വയർ ഇസ് <1 ആണെങ്കിൽ അവിടുന്ന് നമുക്ക് ഇക്വേഷൻ എന്ത് പറയാം? E0/d21 / 2h² ഹോൾ സ്ക്വയർ ഇസ് <1 ആണ് നമുക്ക് പറയാം. നമ്മുടെ ഇക്വേഷനിൽ വരുന്ന ടേമാണ് ω21 - ω. ഈ ω21 - ω എന്നുള്ളത് എന്താണ്? ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ്. അതായത് എന്താണ്? ഒരു കണ്ടിന്യൂസ് സ്പെക്ട്ര. അപ്പോൾ നമ്മൾ ഒരു ആറ്റം എടുത്തിട്ട് അതൊരു ഫീൽഡിൽ സബ്ജക്റ്റ് ചെയ്യുകയാണല്ലോ ചെയ്തത്. സോ ഈ ആറ്റത്തിന് ഇൻട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ് ഈ ω21 - ω പറഞ്ഞിട്ടുള്ള ടേം നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ എന്താണ് മെയിനായിട്ട് പറഞ്ഞത്? CM ഓഫ് ടി പറഞ്ഞത്, അതായത് പ്രോബബിലിറ്റി ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രോബബിലിറ്റി ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അബ്സോർപ്ഷൻ്റെയും എമിഷൻ്റെയും കേസ് പറഞ്ഞു. അതായത് ω m is < ω ആണെങ്കിൽ അവിടെ ഇങ്ങനെ എന്താ നടക്കുക? എമിഷൻ പ്രോസസ്സാണ്. സോ ഫസ്റ്റ് ടേം എന്തെയും ഡോമിനേറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണ്? ω m is < ω ആകുമ്പോൾ അബ്സോർപ്ഷനാണ്. അവിടെ അങ്ങനെ സെക്കൻഡ് ടേമാണ് എന്ത് ചെയ്യുക? ഡോമിനേറ്റ് ചെയ്യുക. സോ ലെറ്റ് us wind up the class. Thank you.